ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പാർട്ട് 2 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഇൻവോയ്സ് പ്രൈസിങ്ങും ലോഡിംഗ് പ്രൈസും ഒക്കെ കണ്ടു. ഇനി അതെങ്ങനെയാണ് മെയിൻ പ്രോബ്ലത്തിൽ വരുമ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇലിസ്ട്രേഷൻ 1. ഏജസ് സൈക്കിൾ കമ്പനി ഡൽഹി സെൻഡ് 100 bicycles on January 1, 2018 to Murugan Enterprises, Madras. The cost of each bicycle was ₹500 and it was ഇൻവോയ്സ്ഡ് അറ്റ് 600. 500 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. പക്ഷേ അത് ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 600 ആണ്. 100 രൂപ കൂട്ടി. ഏജ് സൈക്കിൾ കമ്പനി ഇൻകേർഡ് 2000 ഓൺ ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് റിസീവ്ഡ് 30,000 ആഡ് അഡ്വാൻസ് ഫ്രം മുരുകൻ എൻ്റർപ്രൈസസ്. അയാൾക്ക് വന്ന എക്സ്പെൻസുകളാണ്, കൺസൈനറുടെ എക്സ്പെൻസും പിന്നെ അയാൾ കൊടുത്ത അഡ്വാൻസിൻ്റെയും കാര്യമാണ് പറയുന്നത്. മുരുകൻ എൻ്റർപ്രൈസസ് പെയ്ഡ് 1,000 ആസ് ഒക്ട്രോയ് ആൻഡ് ക്യാരേജ് ₹800 ആസ് റെൻറ്റ് ആൻഡ് 600 ആസ് ഇൻഷുറൻസ്. ഇനി കൺസൈനിയുടെ എക്സ്പെൻസുകളും പറഞ്ഞിട്ടുണ്ട്. By June 30th, 2018, they had sold 100 bicycles for 62,500. എത്ര പെർ സൈക്കിളിൻ്റെ വില പറയുന്നില്ല, പക്ഷേ 100 ബൈസൈക്കിൾസും അവർ എത്ര രൂപയ്ക്കാണ് വിറ്റത്? സമ്മോ 62,500 അവർ സെയിലാക്കി. മുരുകൻ എൻ്റർപ്രൈസസ് ആർ എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ അറ്റ് 10% ഓൺ ദി പ്രൊഫോമ ഇൻവോയ്സ് പ്രൈസ് ആൻഡ് 20% ഓഫ് സർപ്ലസ് റിയലൈസ്ഡ് ഓവർ ആൻഡ് അബോവ് ദി ഇൻവോയ്സ് പ്രൈസ്. യൂഷ്വൽ ആയിട്ടുള്ള 10% കമ്മീഷൻ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ 10% ഇൻവോയ്സ് പ്രൈസിൻ്റെ സർപ്ലസ് കിട്ടുന്നതിൽ നിന്നും അവർക്ക് കമ്മീഷൻ കൊടുക്കണം. ഇൻവോയ്സ് പ്രൈസിൻ്റെ സർപ്ലസിൻ്റെ 20% ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വർക്കിംഗ് നോട്ട്സ്, കാൽക്കുലേഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് പോകാം. ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് 100 ബൈസൈക്കിൾസ് എത്രയാണ്? 500 ആയിരുന്നു. 500 × 100 550,000. ഇനി ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ് അവരുടെ? 600 ആയിരുന്നു. സോ 600 × 100 60,000. അപ്പോൾ ലോഡിംഗ് പ്രൈസ് നമുക്ക് കിട്ടുമല്ലോ. IP - CP 10,000. ഓക്കെ ആണോ? ഇനി കമ്മീഷൻ്റെ കാര്യം നോക്കാം. 10% ഓഫ് പെർഫോമോ ഇൻവോയ്സ് പ്രൈസ് ഓഫ് 60,000. നമ്മുടെ കമ്മീഷൻ നമ്മുടെ സെയിലിൻ്റെ 60%, അതായത് ഇൻവോയ്സ് പ്രൈസിനാണ് നമ്മൾ സെയിലായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 10% കിട്ടണം. പിന്നെ അതുപോലെ തന്നെ സർപ്ലസിൻ്റെ 20% എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സർപ്ലസ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ആക്ച്വലി 60,000-ൻ്റെ ഗുഡ്സ് അല്ലേ നമ്മൾ കൊടുത്തുള്ളൂ, ബൈസൈക്കിൾസ് അല്ലേ കൊടുത്തുള്ളൂ. പക്ഷേ ഇവരത് എത്ര രൂപയ്ക്ക് സെയിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്? 62,500-ന് അവർ സെയിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സർപ്ലസ് എത്രയാണ് നമുക്ക് വന്നത്? 62,500 - 60,000 2,500 ആണ് നമുക്ക് സർപ്ലസ്. അപ്പോൾ ആ സർപ്ലസിൻ്റെ 20% കമ്മീഷൻ ആർക്ക് കിട്ടണം? അവർക്ക് കൺസൈനിക്ക് കിട്ടണം. അതുകൊണ്ട് 25,000 × 20/100 500. അപ്പോൾ ടോട്ടൽ കമ്മീഷൻ എത്രയാണ്? 6,500. ഓക്കെ ആണോ? ഇനി നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ആദ്യമേ മുരുകൻ കൺസൈൻമെൻറ്റ് മദ്രാസ് അക്കൗണ്ടാണ്. ഡെബിറ്റ് സൈഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എത്ര രൂപയായിരുന്നു? 60,000. അതായത് ഇൻവോയ്സ് പ്രൈസ് വേണം ഇവിടെ എടുക്കാൻ കേട്ടോ. 600 × 100. ടു ബാങ്ക് എക്സ്പെൻസുകൾ, ആ കൺസൈനറുടെ എക്സ്പെൻസുകളൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുത്തേക്കണം. അതായത് 2,000 ഫോർ ഫ്രൈറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഫ്രൈറ്റ് അത് മാത്രമേ ഉള്ളൂ അയാളുടെ എക്സ്പെൻസ് ആയിട്ട് വന്നു 2,000. ദെൻ മുരുകൻ എൻ്റർപ്രൈസസിൻ്റെ കൺസൈനിയുടെ എക്സ്പെൻസുകളൊക്കെ നോക്കിക്കേ. ഒക്ട്രോയ് 1,000 ഉണ്ട്. ദെൻ ക്യാരേജ് 1,800 ഉണ്ട്. പിന്നെ ഒക്ട്രോയ് ക്യാരേജ്, പിന്നെ റെൻ്റ് ഉണ്ട്. റെൻ്റ് 600 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2,400 ആണ്. പിന്നെ കമ്മീഷൻ്റെ വാല്യൂ നമ്മൾ താഴെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6,500. ഓക്കെ. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വൽ സെയിൽസ് സർപ്ലസും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം പറയാൻ. എത്ര രൂപയായിരുന്നു സെയിൽസ്? 62,500. ദെൻ ബൈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസ്യൂമർ ലോഡിംഗ് എമൗണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവോയ്സ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് 10,000. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കാണിക്കുന്നു 1,600. ഇനി മുരുകൻ എൻ്റർപ്രൈസ് അക്കൗണ്ട്, മേളത്തെ അക്കൗണ്ട് നോക്കി മുരുകൻ അക്കൗണ്ട് ചെയ്താൽ മതി. സെയിൽസ് നടക്കുമ്പോൾ മുരുകൻ എൻ്റർപ്രൈസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻ്റ് എന്നാണ് 62,500. ദെൻ അഡ്വാൻസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു മുരുകൻ എൻ്റർപ്രൈസസ് എന്നാണ്. അപ്പോൾ മുരുകൻ എൻ്റർപ്രൈസസിൽ ബൈ ബാങ്ക് 30,000. അതുപോലെ തന്നെ അയാളുടെ കൺസൈൻമെൻറ്റിൻ്റെ എക്സ്പെൻസുകൾ ബൈ കൺസൈൻമെൻറ്റ് ടു മദ്രാസ് 2,400. ബൈ കൺസൈൻമെൻറ്റ് ടു മദ്രാസ് എക്സ്പെൻസസ് 6,500. 6,500 വരുന്നത് കമ്മീഷനാണ് കേട്ടോ. 6,500 അവരുടെ കമ്മീഷനാണ്. ദെൻ ബൈ ബാങ്ക് ബാലൻസ് 23,600.
ദെൻ ഗുഡ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെൻറ്റ് ടു മദ്രാസ് മറ്റേ ലോഡിംഗ് പ്രൈസ് വേണം എഴുതാനേ 10,000. ഇപ്പുറത്തെ സൈഡിൽ ബൈ കൺസൈൻമെൻറ്റ് ടു മദ്രാസ് ആക്ച്വലി എത്ര രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ കൊടുത്ത ഇൻവോയ്സ് പ്രൈസ് എത്രയാണ് 60,000. ഓക്കെ, ദെൻ ഡിഫറൻസ് വരുന്ന 50,000 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ബുക്സ് ഓഫ് മുരുകൻ എൻ്റർപ്രൈസസ് ഏജ് സൈക്കിൾ കമ്പനി അക്കൗണ്ട് എന്താണ് മേളത്തെ ജേർണൽ എൻട്രി എഴുതിയത് തന്നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ടു ബാങ്ക് 30,000 അഡ്വാൻസിൻ്റെ ആണ്. ദെൻ ടു ബാങ്ക് എക്സ്പെൻസുകളുടെ കമ്മീഷൻ ഉണ്ട്, ടു കമ്മീഷൻ ഇത്രയും. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു സെയിൽസ് വരുന്നുണ്ട് ബൈ ബാങ്ക്. കമ്മീഷൻ്റെത് അത്രയേ ഉള്ളൂ ടോട്ടൽ ചെയ്യുന്നു. കമ്മീഷൻ ജേർണൽ എൻട്രി ഏജ് സൈക്കിൾ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ എന്നാണ്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ടിൽ ബൈ ഏജ് സൈക്കിൾ കമ്പനി 606,500. ബാക്കിയുള്ളത് പ്രോഫിറ്റ്, അതിൻ്റെ ബാലൻസ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഇലിസ്ട്രേഷൻ 2 ഒന്ന് നോക്കാം. രാജ് ട്രേഡേഴ്സ് ഓഫ് ലുധിയാന കൺസൈൻ 100 കമ്പ്യൂട്ടേഴ്സ് കോസ്റ്റിംഗ് 20,000 ഈച്ച് ടു ബഹദൂർ ഓഫ് ഗൗഹട്ടി അറ്റ് 10% എബവ് കോസ്റ്റ്. 10% എബവ് കോസ്റ്റിനാണ് നമ്മൾ എന്താണ് ഇൻവോയ്സ് ആക്കിയത്. രാജ് ട്രേഡേഴ്സ് ഇൻകേർഡ് 500 ഫോർ പാക്കിംഗ് ആൻഡ് അതർ ചാർജസ് ഓൺ ഈച്ച് കമ്പ്യൂട്ടർ. അവരുടെ എക്സ്പെൻസ്, കൺസൈനറുടെ എക്സ്പെൻസ് ആണ്. ദ കൺസൈനി റിസീവ്ഡ് ദ കൺസൈൻമെൻറ്റ് ബൈ പേയിങ് 1,500 ഫോർ റെയിൽവേ ചാർജസ്. ഓക്കെ, അത് കൺസൈനിയുടെ എക്സ്പെൻസുകളാണ്. Consignee received the commission by paying 1,500 for railway charges, 1,300 for insurance and 200 for carriage. He submitted an accounts. അപ്പോൾ സെയിൽസിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 20 കമ്പ്യൂട്ടേഴ്സ് സോൾഡ് അറ്റ് 25,000 ക്യാഷ് ആയിരുന്നു. 50 കമ്പ്യൂട്ടേഴ്സ് സോൾഡ് അറ്റ് അത് ക്രെഡിറ്റ് ആയിരുന്നു 30,000 ഈച്ച്. 10 ടേക്കൺ ഫോർ ഹിസ് ഓൺ സ്റ്റോക്ക്, അയാൾക്ക് വേണ്ടി എടുത്താണ് 25,000 ഈച്ച്. Consignee remitted the balance after deducting his commission 10% on sales. സെയിൽസിൻ്റെ 10% അയാൾ കമ്മീഷൻ എടുത്തതിന് ശേഷം ബാക്കി എമൗണ്ട് കൺസൈനർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ജേണൽ എൻട്രി നോക്കുന്നതിന് മുന്നേ, അക്കൗണ്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം. അപ്പം എന്തോ 10% എബവ് കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം, ശരിയല്ലേ? കോസ്റ്റ് പ്രൈസേ നമുക്ക് തന്നിട്ടുള്ളൂ, ഇൻവോയ്സ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കും. ഇൻവോയ്സ് പ്രൈസ് എന്നെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 10% എബവ് കോസ്റ്റ് എന്നാണ്. അപ്പം ഇൻവോയ്സ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താ? ഇൻവോയ്സ് പ്രൈസ് ഈക്വൽസ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 10% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നാണ്. അപ്പം ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? ഇൻവോയ്സ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനായിട്ട് പോകും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് അറിയാം 20,000. സോ 20,000 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് പ്രൈസിൻ്റെ 10% അല്ലേ? കോസ്റ്റ് പ്രൈസ് 20,000 ആണെന്ന് നമുക്കറിയാം. സോ 20,000 ഇൻറ്റു 10/100. അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? ഇൻവോയ്സ് പ്രൈസ് 22,000 എന്ന് വരും. അപ്പോൾ 20,000 ഗുഡ്സ് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 22,000 ആണ് അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ്. ക്ലിയർ ആയല്ലോ? ദെൻ കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. അപ്പം മൊത്തം നമുക്ക് എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു? 100 കമ്പ്യൂട്ടേഴ്സാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതിൽ എത്ര എണ്ണമാണ് വിറ്റുപോയത്? ഇതാ ഇവിടെ നോക്കിക്കേ, വിറ്റുപോയത് ദാ 20 കമ്പ്യൂട്ടേഴ്സ് 50 കമ്പ്യൂട്ടേഴ്സ് 10, അതായത് 20, 50, 10. ടോട്ടൽ എത്ര എണ്ണം പോയി? 80 എണ്ണം. 80 കമ്പ്യൂട്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 100-നകത്തുനിന്ന് 80 പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയാണ് ഉള്ളത്? 20. അപ്പോൾ ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 20. ഓക്കെ, ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് ഓഫ് 20 കമ്പ്യൂട്ടേഴ്സ്. ഇൻവോയ്സ് പ്രൈസ് 22,000 ആണ്, നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ 20 ഇൻറ്റു 22,000 എത്ര വരും? 4,44,000. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദെൻ പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. കൺസൈനറുടെ ഒരു 50,000 ഉണ്ട്, കൺസൈനിയുടേത് 30,000. ടോട്ടൽ 53,000 ആണ് എക്സ്പെൻസ് വരുന്നത്. ആ 53,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് ആ 20 കമ്പ്യൂട്ടറിൻ്റെ പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് മതി. അതുകൊണ്ട് 53,000 ഇൻറ്റു 20/100. അപ്പോൾ എത്ര വരും? 10,600. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. എത്രയാണ്? 4,50,600 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ദെൻ മറ്റേ ലോഡിങ്ങിൻ്റെ വാല്യൂ കൂടെ നോക്കിയേക്കാം. ഇൻവോയ്സ് പ്രൈസ് പെർ കമ്പ്യൂട്ടർ എത്രയാണ്? 22,000 നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 20,000. അപ്പോൾ എത്രയാണ് നമ്മുടെ ലോഡിങ്? അതായത് IP മൈനസ് CP എത്ര? 2,000 അല്ലേ? ദെൻ ടോട്ടൽ ലോഡിങ് ഓൺ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 2 lakh. അതെങ്ങനെ
ടോട്ടൽ ഗുഡ്സ് എത്രയാണ് നമ്മൾ കൺസൈൻമെൻറ്റിന് വേണ്ടി അയച്ചത്? ടോട്ടൽ നമ്മൾ അയച്ച ഗുഡ്സ് എത്രയാണ്? 100 കമ്പ്യൂട്ടേഴ്സ് 20,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെ 2 lakh വരും. ദെൻ ടോട്ടൽ ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് 20 കമ്പ്യൂട്ടേഴ്സ്, അത് ആ 100ൻ്റെ വാല്യൂ ആണ് 2 lakh എന്ന് പറയുന്നത്. 20 അവിടെ ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. 200/20 എന്ന് അവിടെ കൊടുത്തേക്കുന്നത്. 200/20 അല്ല, 2000 × 20 ആണ്. അത് വാല്യൂ മാറത്തില്ല, 40,000 തന്നെയാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 20 × 2000 ആണ്. അപ്പോൾ 40,000 വരും. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 40,000. ഇനി നമുക്ക് ജേണൽ വർക്കിംഗ് നോട്ട്സ് കഴിഞ്ഞാൽ ജേണൽ എൻട്രി വളരെ എളുപ്പമാണ്. ആദ്യമേ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 22 lakh, അതായത് 22,000 × 100 വരുന്നത് 22 lakh. ദെൻ ടു ബാങ്ക് കൺസൈനറുടെ എക്സ്പെൻസ്, പിന്നെ കൺസൈനിയുടെ എക്സ്പെൻസ്, കമ്മീഷൻ്റെ കാര്യം എന്താ പറയുന്നത്? 10% ഓൺ സെയിൽസ് എന്ന്. അപ്പോൾ ടോട്ടൽ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഇൻഫർമേഷനൊക്കെ ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട്. 20 കമ്പ്യൂട്ടേഴ്സ് അറ്റ് 25,000. അപ്പോൾ അത് എത്ര വരും? 20 × 25,000 5 lakh വരും. ദെൻ 50 കമ്പ്യൂട്ടേഴ്സ് ഓൺ ക്രെഡിറ്റും എടുക്കാം കേട്ടോ, ക്യാഷും ക്രെഡിറ്റും ഒന്നും നോക്കണ്ട. കമ്മീഷൻ എടുക്കുമ്പോൾ രണ്ടും എടുക്കും. 50 കമ്പ്യൂട്ടേഴ്സ് ഓൺ ക്രെഡിറ്റ് ₹30,000. സോ 50 × 30,000 15 lakh. ദെൻ 10 ടേക്കൺ ഫോർ ഹിസ് ഓൺ സ്റ്റോക്ക് 25,000 10. അപ്പോൾ 25,000 × 10 2,50,000. ടോട്ടൽ നമുക്ക് വരുന്നത് 22,50,000 ആണ് ടോട്ടൽ സെയിൽസ് വരുന്നത്. ഈ സെയിൽസിൻ്റെ 10% ആണ് നമുക്ക് അയക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത്. സോ 22,50,000 × 10/100 എന്ന് പറയുമ്പോൾ എത്രയാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്? 2,25,000. ഓക്കെ ആണോ? ഇനി മറ്റേ ലോഡിങ് സ്റ്റോക്ക് റിസർവ്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വർക്കിംഗ് നോട്ടിൽ 40,000 ആണ്. സെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് 22,50,000. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ ബൈ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്, ബൈ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് 4,50,600. നമ്മൾ കാൽക്കുലേറ്റ് വർക്കിംഗ് നോട്ട്സിൽ കാണിച്ചിട്ടുണ്ട് 4,50,600.
ദെൻ ബൈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അത് എത്രയാണ് 2 ലാക്ക് അതറിയാമല്ലോ, അതായത് 20,000 ഗുഡ്സ് അറ്റ് 100 2 ലാക്ക് വരും. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു, പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ടു കൺസൈൻമെൻറ്റ് 2 ലാക്ക്. ദെൻ ബൈ കൺസൈൻമെൻറ്റ് എത്ര രൂപയ്ക്കായിരുന്നു? 22 ലാക്കിനായിരുന്നു. ബാക്കി ഡിഫറൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മറ്റേ കൺസൈനിയുടെ അക്കൗണ്ട് വരുമ്പോഴത്തേക്ക് ബൈ കൺസൈൻമെൻറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 22,50,000 ബൈ ആഡ് എക്സ്പെൻസ് ഉണ്ട്, ആഡ് കമ്മീഷൻ. ഇത് രണ്ടും ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ചെയ്യുന്നു. ദെൻ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അവിടെ ഒറ്റ എൻട്രി വരത്തുള്ളൂ, ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 40,000 അത് തന്നെ ബാലൻസും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 2 വരുന്നത്. ഓക്കെ.